സോഫിയ ഖുറേഷി, വ്യോമിക സിംഗ്, ഈ രണ്ടു പേരുകളും ഇന്ത്യൻ ജനത ജീവനുള്ള കാലത്തോളം മറക്കുന്നതല്ല. പഹൽഗാം ഭീകരാക്രമണത്തിൽ 26 നിരപരാധികളെ പാകിസ്ഥാൻ തീവ്രവാദികൾ യാതൊരു ദയാദാക്ഷിണ്യവും ഇല്ലാതെ നിഷ്ക്രൂരമായി കൊന്നൊടുക്കി. ഭർത്താവ് നഷ്ടപ്പെട്ട സ്ത്രീകളും അച്ഛനെ നഷ്ടപ്പെട്ട മക്കളും അലമുറയിട്ട് കരഞ്ഞ് കാശ്മീരിന്റെ മഞ്ഞുമൂടിയ താഴ്വരകളിൽ കണ്ണുനീരുകൊണ്ട് അഗ്നി പെയ്തു. കയ്യിലെ കല്യാണത്തിന്റെ മൈലാഞ്ചി ചുവപ്പ് മാറും മുന്നേ നെറുകിലെ കുങ്കുമ ചുവപ്പ് മാഞ്ഞ പെണ്ണിന്റെ ഏറ്റവും നിസ്സഹായമായ നിശബ്ദത ഇന്ത്യൻ മനസാക്ഷിയുടെ മുന്നിൽ കാതടപ്പിക്കുന്ന അലർച്ചയായി. പെണ്ണിന്റെ സിന്ദൂരം മായ്ച്ച പാകിസ്ഥാൻ തീവ്രവാദികളെ കൊന്നൊടുക്കാൻ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് നാമകരണം ചെയ്തു. ഇന്ത്യയിലെ ഓരോ മനുഷ്യനും രാത്രിയെന്നും പകലെന്നുമില്ലാതെ ഉറക്കമിളച്ച് കാവലിരുന്നു ഇന്ത്യയുടെ മുന്നേറ്റം കാണാൻ വേണ്ടി. ഒടുവിൽ പാകിസ്ഥാന് നേരെ ആക്രമണം നടത്തിയത് ഇന്ത്യൻ ജനതയോട് സ്ഥിരീകരിച്ച, ഇന്ത്യയിലെ ഓരോ മനുഷ്യരും രോമാഞ്ചമുളവാക്കിയ ആ നേരം വന്നെത്തിയപ്പോൾ അത് പ്രഖ്യാപിച്ചത്, പെണ്ണിന്റെ കണ്ണുനീരിനു കണക്കു പറഞ്ഞത് 2 സ്ത്രീകളായിരുന്നു എന്നതാണ് ഇന്ത്യ ലോകത്തിനു മുന്നിൽ കാണിച്ചു കൊടുത്ത ഏറ്റവും വലിയ നേട്ടമെന്ന് പറയാതെ വയ്യ. ഒടുവിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ച് ദിവസങ്ങൾ പിന്നിടുന്നതിന് മുൻപ് യുദ്ധവും അതിന്റെ മുന്നേറ്റങ്ങളും മുഴുവൻ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ടും മതവൽക്കരിച്ചുകൊണ്ടും മോദി സർക്കാരിന്റെ അനുയായികൾ തന്നെ രംഗത്തു വരുന്നു. പക്ഷേ ഇന്നലെ കേണൽ സോഫിയ ഖുറേഷിയെ മതത്തിന്റെ പേരിൽ കടന്നാക്രമിച്ചുകൊണ്ട് BJP നേതാവ് രംഗത്തു വന്നത് അറപ്പുളവാക്കുന്ന കാര്യമായി പോയി എന്ന് പറയാതെ വയ്യ. പഹൽഗാം ഭീകരാക്രമണത്തിന് പകരം ചോദിച്ച ഓപ്പറേഷൻ സിന്ദൂറിൽ മുൻനിരയിൽ ഉണ്ടായിരുന്ന കേണൽ സോഫിയ ഖുറേഷിയെ മധ്യപ്രദേശ് BJP മന്ത്രി വിജയ് ഷാ ഭീകരവാദികളുടെ സഹോദരി എന്നാണ് യാതൊരു ഉളുപ്പുമില്ലാതെ വിശേഷിപ്പിച്ചത്. സ്ത്രീയുടെ ചട്ടക്കൂടുകൾ ഭേദിച്ച്, മതത്തിന്റെയും മാമൂലുകളുടെയും ചട്ടക്കൂടുകൾ ഭേദിച്ച് ശത്രുവിന്റെ ആകാശത്ത് പറന്നുയർന്നു തീ തുപ്പിയ ഇന്ത്യയുടെ അഭിമാനത്തിന്, കരുത്തിന് മതത്തിന്റെ നിറം കൊടുക്കാൻ എങ്ങനെ തോന്നി BJP-ക്കാരെ? സോഫിയ ഖുറേഷിയെ ഭീകരവാദികളുടെ സഹോദരി എന്ന് വിശേഷിപ്പിച്ചത് കത്തിപ്പടരുന്ന വിവാദമായി മാറിയിരിക്കുകയാണ്. നമ്മുടെ സഹോദരിമാരുടെ സിന്ദൂരം മായ്ച്ച ഭീകരരെ അവരുടെ സഹോദരിയെ തന്നെ വിട്ട് മോദിജി പാഠം പഠിപ്പിച്ചു എന്നായിരുന്നു പ്രസ്താവന. സോഫിയ ഖുറേഷി സ്വന്തം ജീവൻ പോലും തൃണവൽക്കരിച്ചുകൊണ്ട് പാകിസ്ഥാനോട് ഇന്ത്യക്ക് വേണ്ടി യുദ്ധം ചെയ്തത് മുസ്ലിം ആയതുകൊണ്ടും ക്രിസ്ത്യാനി ആയതുകൊണ്ടും ഹിന്ദു ആയതുകൊണ്ടും ഒന്നുമല്ല. ഇന്ത്യൻ മണ്ണിൽ ജനിച്ച ഇന്ത്യക്കാരി എന്ന അഭിമാനം ഉൾക്കൊണ്ടു തന്നെയാണ് എന്ന് BJP-ക്കാർ ഇനിയെങ്കിലും തിരിച്ചറിയണം. ഇന്ത്യയിലെ മുഴുവൻ മതവിഭാഗങ്ങളും ഭാരതീയർ എന്ന ഒരൊറ്റ അച്ചുതണ്ടിൽ ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നവരാണ്. മുസ്ലിം രാഷ്ട്രത്തോട് മുസ്ലിം സ്ത്രീയെ കൊണ്ട് പകരം വീട്ടിച്ചു എന്ന് പറയുന്ന നിലപാട് എത്ര കണ്ട് അറപ്പും വെറുപ്പും തോന്നിപ്പിക്കുന്നതാണ്. മുസ്ലിം സമുദായത്തിൽ ജനിച്ചത് കൊണ്ട് മാത്രം സോഫിയ ഖുറേഷി എന്ന ധീര വനിത പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള മുസ്ലിം രാഷ്ട്രങ്ങളുടെ സഹോദരിയാണ് എന്ന പ്രസ്താവനയുടെ ന്യായം എന്താണ്? ഇന്ത്യയിലെ ഓരോ മനുഷ്യരും പരസ്പരം സഹോദരങ്ങളാണെന്ന് പ്രതിജ്ഞ ചെയ്യുന്നവരാണ് നമ്മൾ. സോഫിയ ഖുറേഷി ഇന്ത്യയുടെ മകളാണ്. ഇന്ത്യയിലെ മുസ്ലിമിന്റെയും ക്രിസ്ത്യാനിയുടെയും ഹിന്ദുവിന്റെയും പാഴ്സിയുടെയും ഒക്കെ കൂടപ്പിറപ്പാണ്. സോഫിയയ്ക്കും സോഫിയ പ്രതിനിധാനം ചെയ്യുന്ന ഇന്ത്യയിലെ ഓരോ പൗരനും മതവും ജാതിയുമില്ല. പകരം ഞങ്ങൾക്കുള്ളത് ഇന്ത്യ എന്നൊരൊറ്റ വികാരമാണെന്ന് ഇനിയെങ്കിലും BJP നേതാക്കന്മാർ ഇത്തരം നെറികെട്ട പ്രസ്താവന നടത്തുമ്പോൾ തിരുത്തി ചിന്തിക്കണം. ഷായുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച മധ്യപ്രദേശ് കോൺഗ്രസ് അധ്യക്ഷൻ ജിത്തു പട്വാരി മന്ത്രിയുടെ ഈ ചിന്താഗതി BJP അംഗീകരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അവർ നമ്മുടെ സഹോദരിമാരാണെന്നും പ്രസംഗത്തെ തെറ്റിദ്ധരിക്കരുതെന്നും വിജയ് ഷാ പിന്നീട് തിരുത്തി. എത്ര കണ്ട് പ്രസ്താവന തിരുത്തിയാലും മറിച്ചാലും ജാതി മത വർഗ രാഷ്ട്രീയ ഭേദമന്യേ ഇത് പറഞ്ഞ BJP നേതാവിനോട് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും അറപ്പു തന്നെയാണ് തോന്നുന്നത്.